ഹലോ ഗായ്സ്, ഇന്ന് ഞാനിവിടെ വറുത്തരച്ച ചിക്കൻ കറി ആക്കാൻ പോകുന്നു. അതിലേക്ക് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, തേങ്ങ ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് പാനിലേക്ക് ഇട്ട് നല്ലോണം വറുത്തെടുക്കുക. ഒരു ബ്രൗൺ കളർ ആവുന്നവരെ, ലേശം ബ്രൗൺ കളറാകുമ്പോൾ ലേശം ജീരകം അതിലേക്ക് ഇടും. എന്നിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു ജാറിലിട്ട് നന്നായി ഒന്ന് അടിച്ചിട്ട് വരാം. അപ്പോൾ അതിന് വേണ്ട തക്കാളി, പച്ചമുളക്, ഉള്ളി, വെളുത്തുള്ളി ഇതെല്ലാം അടിച്ചു വെച്ചിട്ടുണ്ട്. ചിക്കൻ ഞാനിവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കറിവേപ്പില നന്നായി വഴറ്റിയിട്ട് ഒരു മെറൂൺ കളറാകുമ്പോഴത്തേക്കും നമുക്കിത് ആയിട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. വഴറ്റാൻ വേണ്ടി ലേശം ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അത് മെറൂൺ കളറാകുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള തക്കാളി, പച്ചമുളകും ഇട്ട് നല്ലതുപോലെ വഴറ്റുക. ആ തക്കാളിയെല്ലാം ഒന്ന് ഉടഞ്ഞ് വരുന്നവരെ വഴറ്റുക. ഉടഞ്ഞ് വന്നതിന് ശേഷം ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് അതും അതിൻ്റെ മഞ്ഞൾപ്പൊടീൻ്റെ കുത്തെല്ലാം പോയ ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലതുപോലെ ഇളക്കുക. അതിൻ്റെ പച്ചമണം നല്ല പച്ചമണം മാറുന്നവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ചിക്കൻ എടുത്ത് ചിക്കനിൽ ഞാൻ ലേശം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് പെരക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ ഇളക്കി കഴിഞ്ഞിട്ട് ഇതൊന്ന് പൊത്തി വെക്കുക. പൊത്തി വെച്ച് തുറന്ന് നോക്കുമ്പോൾ ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങും. അവിടെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല. എന്നിട്ട് അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതെല്ലാം നല്ലപോലെ പിടിച്ച് അതിൻ്റെ മസാലയെല്ലാം പിടിച്ചതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടെടുത്തിട്ട് നമുക്ക് അതിലേക്ക് ചേർക്കാം. അതിൽ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് അതൊന്ന് പൊത്തി വെക്കുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ചിക്കൻ വേവും. ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട്, കുരുമുളക് എരിവ് വേണമെന്നുള്ളവർക്ക് ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്കിവിടെ കുരുമുളക് ഇടുന്ന ഇഷ്ടമാണ്, അതുകൊണ്ട് കുരുമുളക് ഇട്ട് അതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. പിന്നെ അത് ഇളക്കി കൊടുത്ത് ഉപ്പെല്ലാം ഉണ്ടോ എന്ന് നോക്കുക. അതെല്ലാം നോക്കി കഴിഞ്ഞിട്ട് അത് ഇളക്കുക. പിന്നെ ഇവിടെ ചിക്കനിൽ വറുത്തിടുന്നവരുണ്ട്, നമ്മൾ ഇവിടെ വറുത്തിടലുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ ചിക്കനിൽ ഇപ്പോൾ വറുത്തിടാൻ പോകുന്നുണ്ട്. ഒരു പാൻ വെക്കുക. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളിയിട്ട് നല്ലതുപോലെ മെറൂൺ കളർ വഴറ്റിയിട്ട് അതിലേക്ക് ചിക്കൻ കറിയിലേക്ക് ഒഴിച്ച് നമ്മളിവിടുത്തെ ചിക്കൻ കറി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്കും ചോറിനെല്ലാം എടുക്കാം, നല്ല ടേസ്റ്റാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ ബൈ.